സാമ്പത്തികമായിട്ട് ആകെ തകർന്ന നിലയിലാണ് പാകിസ്ഥാൻ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അതിനെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഭിക്ഷ യാചിക്കാനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നു. സാറ് തന്നെ നേരത്തെ ഇത് പറഞ്ഞതാണ്, നമ്മളത് ചർച്ചയും ചെയ്തതാണ്. അന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇവരെ കൊണ്ട് വലിയ ശല്യമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കേൾക്കുന്നത് ഈ പാകിസ്ഥാനികൾ മൊത്തത്തിൽ ശല്യമാണെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിച്ചു. തൊഴിലിടങ്ങളിലെ തമ്മിത്തല്ല്, അവരുടെ ഒരു സംഘർഷാവസ്ഥ, അതുപോലെ തന്നെ ഒരു ക്രിമിനൽ മൈൻഡാണ് ഇവർക്ക്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് പാകിസ്ഥാനെന്ന് പറഞ്ഞു എന്ന് കേൾക്കുന്നത്. അതിനകത്ത് വാസ്തവമുണ്ടോ? 90% ഈ ഗൾഫ് രാജ്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പിച്ചക്കാരിൽ 90% പാകിസ്ഥാനികളാണ്. കുവൈറ്റ് ഈ പണിസ്ഥലങ്ങളിൽ ഇവരുടെ എത്തിക്സ്, അതായത് പെരുമാറ്റം, മര്യാദയില്ലാത്ത പെരുമാറ്റം, അതിനെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ പാകിസ്ഥാന് കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. UAE, സൗദി അറേബ്യ, ഇവരെ ഈ പൊതുസ്ഥലങ്ങളിൽ പാകിസ്ഥാനികളുടെ പെരുമാറ്റം വളരെ മോശമാണ് എന്ന് UAEയും സൗദി അറേബ്യയും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് ഇതൊക്കെ ഈ പരാതി അറിയിച്ചിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പെടും. ഈ പാകിസ്ഥാനിൽ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്ന ആളുകളെ പറ്റി ഇങ്ങനെ പരാതിയുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നതല്ല. പാകിസ്ഥാനിൽ തന്നെ ജിയോ ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജിയോ ന്യൂസ് ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പാകിസ്ഥാനീസ് ഓവർസീസ് സെക്രട്ടറി ഡോക്ടർ അർഷദ് മെഹ്മൂദ് ഒരു സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ, ഇസ്ലാമാബാദിൽ അടുത്തിടെ നടന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ സെക്രട്ടറി ഓവർസീസ് പാകിസ്ഥാനീസ് അർഷദ് മുഹമ്മദ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഗൾഫ് രാജ്യങ്ങൾ ഈ പുറത്തുള്ള പാകിസ്ഥാനികളുടെ പെരുമാറ്റത്തിനെ പറ്റിയിട്ട് ഉള്ള ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിയോ ന്യൂസ് പാകിസ്ഥാനിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനികൾ നന്നാവണം എന്ന ജിയോ ന്യൂസിന് ആഗ്രഹം ഉണ്ടാകുമായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഡോക്ടർ അർഷദ് പറഞ്ഞു, പാകിസ്ഥാനികളുടെ വർക്ക് എത്തിക്സ്, സമീപനം, പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, കുറ്റകൃത്യങ്ങൾ അവിടെയൊക്കെ പെരുകുന്ന ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അവിടെ. UAEയിൽ പാകിസ്ഥാനീസാണ് 50% കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത്. അവിടെ റെക്കോർഡ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ 50% പാകിസ്ഥാനികൾ പ്രതികളായിട്ടുള്ളതാണ്. ഇത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ GCC രാജ്യങ്ങൾ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. വേറൊരു പ്രശ്നം അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് UAEയിൽ, പ്രത്യേകിച്ച് ദുബായിൽ ഇവർ സ്ത്രീകളുടെ മുമ്പിൽ വീഡിയോകൾ പാകിസ്ഥാനികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതായത് പരസ്യ സ്ഥലങ്ങളിലൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ സ്ത്രീകൾ പല സ്ഥലത്തും പോകുന്നുണ്ടാവുമല്ലോ, ഇവരുടെയൊക്കെ വീഡിയോകൾ ഇവരുടെ സമ്മതമില്ലാതെ ഷൂട്ട് ചെയ്യുന്നു, ചിത്രീകരിക്കുന്നു പാകിസ്ഥാനികൾ. ഇത് ഇന്നപ്രോപ്രിയേറ്റ് ആണ്, ഇത് വൃത്തികേടാണ്, ഇത് പെരുമാറ്റ ദൂഷ്യമാണ് എന്ന് ദുബായിൽ നിന്ന് പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യരുത്, അവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടുമല്ലോ. കുവൈറ്റ് പറഞ്ഞിരിക്കുന്നൊരു പ്രശ്നം പാകിസ്ഥാനി നഴ്സുകളെ പറ്റിയിട്ടാണ്. പാകിസ്ഥാനിൽ നിന്ന് നഴ്സുകളായിട്ട് അവിടെ ജോലി ചെയ്യാൻ പോകുന്നത്, അതാണുങ്ങളും പെണ്ണുങ്ങളും കാണുമല്ലോ. അവർ ചില ഡ്യൂട്ടികൾ ചെയ്യാൻ വിസമ്മതിക്കുന്നു. അവരോട് ഇന്ന ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യില്ല എന്നവർ വാശി പിടിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ദൈനംദിന പ്രവർത്തികൾക്ക് ഓരോ വാർഡിലും ചില ഈ അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അവരോട് ആ പിള്ളേരോട് പറ ഞങ്ങൾ ചെയ്യില്ല എന്നിവർ പറയുന്നു. ഇവരോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇന്നതെന്ന്. പക്ഷെ വാർഡുകളിലുള്ള ചില ജോലികൾ ഇവർ ചെയ്യാൻ വിസമ്മതിക്കുന്നു. അത് വാർഡിലുള്ള ബോയ്സിനോട് പറ എന്ന് പറഞ്ഞാൽ അവർ ഒഴിയുന്നു.
പ്രാദേശിക ഭാഷ ഇവർ പഠിക്കുന്നില്ല. മാത്രമല്ല 6 മാസം കുവൈറ്റിൽ കഴിഞ്ഞിട്ട് ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. അപ്പോൾ ഒരു താൽക്കാലിക താവളമായിട്ട് ഇവർ കുവൈറ്റിനെ കരുതുന്നു. അത് യൂറോപ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഇടത്താവളമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ മര്യാദയ്ക്ക് പണിയെടുക്കണമെന്ന് തോന്നില്ലല്ലോ. ഇവരുടെ ലക്ഷ്യം മറ്റേതാണല്ലോ. അവർ ചെല്ലുമ്പോൾ തന്നെ കുവൈറ്റിന് അറിയില്ലല്ലോ ഇവർ 6 മാസത്തേക്കേ ഉള്ളൂ എന്ന്. പക്ഷെ പോകുന്ന പാകിസ്ഥാനികൾക്കറിയാമല്ലോ 6 മാസത്തേക്കേ ഉള്ളൂ എന്ന്. അങ്ങനെ ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖത്തർ മിനിസ്ട്രി ഓഫ് ഓവർസീസ് പാകിസ്ഥാനിനെ അറിയിച്ചിരിക്കുന്നു, പാകിസ്ഥാനി തൊഴിലാളികൾ ഈ സുരക്ഷാ ഹെൽമെറ്റുകൾ ജോലി ചെയ്യുമ്പോൾ വെക്കാൻ വിസമ്മതിക്കുന്നു എന്ന് ഖത്തർ അറിയിച്ചിരിക്കുന്നു. ഈ സൈറ്റുകളിലൊക്കെ ഹെൽമെറ്റൊക്കെ വെക്കണമല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ, അതവർ ചെയ്യാൻ മടിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആ പിച്ചക്കാരുടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, വിദേശത്തേക്ക് ഈ ധാരാളം ഭിക്ഷ തണ്ടാൻ ആളുകൾ എടുത്തു പോകുന്നു. സെപ്റ്റംബർ 2023 കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഇതേ ഈ മറ്റേ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നു, ഇറാഖിലേക്കും സൗദി അറേബ്യയിലേക്കും സിയാറത്ത്, അതായത് തീർത്ഥാടനം, ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തീർത്ഥാടകരാണെന്നുള്ള വ്യാജേന പാകിസ്ഥാനിൽ നിന്ന് കുറേ ആളുകൾ പോയിട്ട് അവിടെ പിച്ച തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കരുതെന്ന് അവിടെ നിന്ന് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും ചില വിമാനത്താവളങ്ങളിൽ നിന്ന് ഇങ്ങനെ സംഘമായിട്ട് ആളുകൾ പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ വിദേശങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിൽ തന്നെ ചില വിമാനങ്ങളിൽ നിന്ന് കയറിയവരെ പരിശോധിച്ച് പുറത്തേക്ക് ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ കണക്ക് പ്രകാരം ഈ രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലും ഇറാഖിലും അറസ്റ്റ് ചെയ്ത പിച്ചക്കാരിൽ 90% പാകിസ്ഥാനികളായിരുന്നു. അതാണ് കണക്ക്. മാത്രമല്ല ഉദ്യോഗസ്ഥർ പറഞ്ഞെന്താന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ 20 ലക്ഷം പാകിസ്ഥാനികൾ ജീവിക്കുന്നു. അതിൽ 4 ലക്ഷം പേര് പാകിസ്ഥാനിൽ നിന്ന് ഓരോ വർഷവും സൗദിയിലേക്ക് കുടിയേറുന്നുമുണ്ട്. പാകിസ്ഥാനിൽ ജീവിക്കാൻ പറ്റുന്നില്ല, കുത്തുവാളെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും 4 ലക്ഷം പേര് സൗദിയിലെത്തുന്നുണ്ട്. ഇപ്പം അത് 20 ലക്ഷം ആയിട്ടുണ്ട്. ഒറിജിനൽ സൗദികളെ വെട്ടിക്കുന്ന വിധത്തിലായിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനികളുടെ കുടിയേറ്റം. ഇനി പിച്ചക്കാരെയോ രോഗികളെയോ അയക്കരുത് എന്ന് സൗദി അറേബ്യൻ സർക്കാർ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മലേഷ്യയിലേക്ക് പോകുന്ന പാകിസ്ഥാനികൾ അവിടെ ഈ കാലാവധി കഴിഞ്ഞിട്ടും സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഈ തടവറകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഈ പിച്ചക്കാർ, ക്രിമിനൽ കുറ്റം, വിസ കഴിയുന്നവർ, ഇങ്ങനെ ഈ രാജ്യങ്ങളിലൊക്കെ ജയിലുകളിൽ ഇവരിങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കണമല്ലോ, താമസിപ്പിക്കണം. ജയിലിൽ വേറെ ആളുകളെ പിടിച്ചിടാൻ പറ്റുന്നില്ല, ഈ പാകിസ്ഥാനികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അതാണ് അവസ്ഥ. സെനറ്റർ നസീർ അബ്ബാസും ഇതേ വേദിയിൽ പറഞ്ഞിരുന്നു, ഇറാഖിൽ പാകിസ്ഥാനികളൊക്കെ നിസ്സഹായരാണ്. കാരണം ഈ ദിവസക്കൂലി, ചെറിയ വേതനം, അതിനാണ് ഇവരെ വിളിക്കുന്നത് പാകിസ്ഥാനികളെ. അവർക്ക് ജീവിക്കാൻ തന്നെ പറ്റുന്നില്ല. അവരെ തടവു പുള്ളികളെ പോലെയാണ് അവിടെ കണക്കാക്കുന്നത് എന്ന് ഒരു പരാതി, പാകിസ്ഥാനികൾക്ക് വേണ്ടി ഒരു പരാതി സെനറ്റർ നസീർ അബ്ബാസ് പറഞ്ഞു. അല്ല, അവിടെ പോകുമ്പോൾ തന്നെ അവർക്കറിയാമല്ലോ ഈ പണിക്കാണ്, ഇപ്പം ചുമട്ട് പണിക്കുമൊക്കെയാണ് പോകുന്നതെന്ന് അറിയാമല്ലോ. പിന്നെ ഇവിടെ വന്ന് ഇറാഖിനെതിരെ പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇറാഖും വലിയ സമ്പന്ന രാജ്യമൊന്നുമല്ല ഇപ്പം. അപ്പോൾ GCC രാജ്യങ്ങളിലെ ഈ പാകിസ്ഥാനികളുടെ അവസ്ഥ ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കണക്കുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പല സ്ഥലത്തെ തൊഴിൽ അവസരങ്ങളെപ്പറ്റിയും വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും
ഇതിൽ പാകിസ്ഥാനി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. ഒരു ക്യാബിനറ്റ് സമിതിയെ, മന്ത്രിസഭാ സമിതിയെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ കീഴിൽ ഈ കുടിയേറ്റം സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിൽ പരിഹാരം കണ്ടെത്താനും ഒക്കെ ആയിട്ടാണ് ഈ സമിതി. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഇന്നത്തെ സാമ്പത്തികാവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ പലസ്തീൻകാരെയൊന്നും അഭയാർത്ഥികളായിട്ട് അവിടെ എടുക്കുന്നില്ല എന്നുള്ളത്. അതെ, പാകിസ്ഥാൻകാരും ഈ പലസ്തീനുകളൊക്കെ ഏതാണ്ട് ഒരേ അവസ്ഥയിലാണ്. സ്വന്തം രാജ്യത്തിൽ ജീവിക്കാൻ പറ്റില്ല, പുറത്ത് അവരെ കൊണ്ട് ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. സാർ, നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്നൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ ഈ അരാജകത്വം നിൽക്കുന്നതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ അവർക്ക് അത് ചെയ്യരുത്, ഇത് ചെയ്യുന്നില്ലല്ലോ. അവർക്കില്ല തോക്കെടുത്ത് വെടിവെക്കണം, അല്ലെ അങ്ങനെ അക്രമം. ഇതായിരിക്കില്ലേ മറ്റു രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ ഇവർ പെട്ടെന്ന് ഈ വയലൻ്റ് ആകാൻ, അക്രമാസക്തരാണ്. അതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ തീവ്രവാദത്തിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ടല്ലോ. കാരണം അവിടെ ധാരാളം ഈ ഡോണുകളുണ്ട്. ഈ ഹഫീസ് സയ്യിദിനെയൊക്കെ പോലെ ലഷ്കർ-എ തയ്യബ ഒക്കെ ഊട്ടി വളർത്തുന്ന അങ്ങനത്തെ ഗുണ്ടാ സംഘങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇപ്പോൾ ഈ രാജ്യാന്തര നാണ്യനിധി 24ാമത്തെ തവണ വായ്പ കൊടുത്തല്ലോ, IMF. അപ്പോൾ അവരുടെ കണ്ടീഷൻസ് ഉണ്ട്, അവിടുത്തെ ഭീകരതയെ തുരത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊരു പദ്ധതി ഇപ്പം തയ്യാറാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TTP എന്ന് പറഞ്ഞിട്ട് അവിടെ വേറൊരു ഭീകര സംഘടനയുണ്ട്, അതിന് പോഷക സംഘടനകളുണ്ട്. ബലൂചിസ്ഥാനിലും മറ്റേ ഖൈബർ പഷ്തൂൺ ആ സംസ്ഥാനങ്ങളിലുമൊക്കെ ആഭ്യന്തര യുദ്ധങ്ങൾ തന്നെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗുണ്ടാ സംഘങ്ങളിൽ ഈ ആഭ്യന്തര യുദ്ധം നടത്തുന്ന സേനകളിൽ ഇതിലൊക്കെയാണ് ധാരാളം യുവാക്കളുള്ളത്. ഈ ജോലി ഇപ്പോൾ അവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുണ്ടപ്പണി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കുമ്പോഴാണ് വേറെ രക്ഷയില്ലാതെ ഈ കുടിയേറ്റത്തിന് പോകുന്നവർ. അപ്പോൾ അവർ ഈ ഗുണ്ടകളെ പോലെ തന്നെയാണ് അവിടെ പെരുമാറുന്നത്. ഗുണ്ടാപ്പണി അറിയാത്ത ആളുകൾ പിച്ച തണ്ടാനും പോകുന്നു. അപ്പോൾ പാകിസ്ഥാൻ വല്ലാത്ത ദാരിദ്ര്യത്തിൽ മാത്രമല്ല ഈ മറ്റു രാജ്യങ്ങൾക്കും ശല്യമായി തീർന്നിരിക്കുന്നു എന്നാണ് ഈ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.